ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനു പിന്നിൽ അനാശാസമെന്ന് അധിക്ഷേപിച്ചയാളുടെ ഇപ്പോഴത്തെ ഗതി കാലത്തിന്റെ നീതിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഫേസ്ബുക്ക് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതിയിലേക്ക് പൊതിച്ചോറ് നൽകുന്നയാളും എഴുത്തുകാരനും കൂടിയായ മുഹമ്മദ് അബ്ബാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചേർത്ത് പിടിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെ: കുറച്ചു കാലമായിട്ട് എൻ്റെ ഭാര്യ ഇത് ചെയ്യുന്നുണ്ട്. അവളാണ് എത്ര പൊതിയെന്നും എന്തൊക്കെ വിഭവങ്ങളെന്നും തീരുമാനിക്കുന്നത്. ഒരിക്കൽ പോലും ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇടാൻ മൂപ്പത്തി എന്നെ അനുവദിച്ചിട്ടില്ല. നമസ്കാരത്തിന് നിസ്കാരപ്പായിൽ നൽകുന്ന അതേ ഭയഭക്തി ആദരങ്ങളോടെ തന്നെയാണ് നസീബ എന്ന എൻ്റെ ഭാര്യ ഈ ചോറ്റുപൊതികൾ തയ്യാറാക്കുന്നത്. മാങ്കൂട്ടം എന്ന മൂന്നാംകിട രാഷ്ട്രീയക്കാരന്റെ വൃത്തികെട്ട മനസ്സ് ഈ ചോറ്റുപൊതിക്ക് പിന്നിലും അനാശാസ്യം കണ്ടെത്തിയപ്പോൾ അവളുടെ മനം കലങ്ങുന്നത് ഞാൻ കണ്ടതാണ്. ഇന്ന് പെരുവഴിയിൽ തുണിയുരിഞ്ഞു പോയവനെ പോലെ മാങ്കൂട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാര്യയടക്കം ഒരുപാട് സ്ത്രീകളുടെ, അമ്മമാരുടെ, മക്കളുടെ, പിതാക്കന്മാരുടെ, ഭർത്താക്കന്മാരുടെ കലങ്ങിയ മനസ്സിന് കാലം കാത്തുവെച്ച നീതിയുടെ സാന്ത്വനം കൂടിയാണ്. വിശപ്പിന് മുൻപിൽ അന്നമാവാത്ത ദൈവങ്ങളെയൊന്നും ഈ ഭൂമി ഇന്നോളം സൃഷ്ടിച്ചിട്ടില്ല മിസ്റ്റർ മാങ്കൂട്ടം, ഇനി സൃഷ്ടിക്കുകയുമില്ല. 4ഉം 5ഉം നേരം സുഭിക്ഷമായി വെട്ടിവിഴുങ്ങുന്ന നിങ്ങളെ പോലുള്ളവർക്ക് വിശപ്പ് എന്താണെന്നറിയില്ല. വിശപ്പാറ്റാൻ പ്രാർത്ഥനയോടെ ഭക്ഷണം പൊതിയുന്നവരെയും അറിയില്ല. ഇന്നിത് ഫോട്ടോ എടുക്കാനോ ഇതിനെപ്പറ്റി പോസ്റ്റ് ഇടാനോ എനിക്ക് അനുവാദം തന്ന നസീബ എന്ന സ്ത്രീക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. സ്നേഹാദരങ്ങളോടെ നസീബയുടെ ജീവിത പങ്കാളി അബ്ബാസ്.